വീണ്ടും വാക്കുകളുടെ വസന്തത്തിലേക്ക് തിരുവനന്തപുരം കണ്ണു തുറക്കുകയാണ്. അക്ഷരോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട് വായനക്കാരുടെ മുന്നിലേക്ക് ആദ്യം എത്തുന്നത് പുസ്തകങ്ങളാണ്. കനകക്കുന്നിലെ പുസ്തകശാല പ്രശസ്തരായ 7 എഴുത്തുകാരുടെ മക്കളാണ് ഉദ്ഘാടനം ചെയ്തത്. 1,00,000-ലധികം പുസ്തകങ്ങൾ മാതൃഭൂമി പുസ്തകശാലയിൽ വായനക്കാർക്കായി കാത്തിരിക്കുന്നു. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. എല്ലാ വർഷവും അക്ഷരവെളിച്ചം പകരുന്ന വേദിയിൽ ഇതിഹാസ കൃതികളിലെ വരികൾ തെളിഞ്ഞു. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം, അതെ, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം, വെളിച്ചത്തിനെ നമുക്ക് മറ്റൊരു പര്യായം നോക്കില്ല. വായനയെ അനുഭവവേദ്യമാക്കിയ ഇതിഹാസ എഴുത്തുകാരുടെ വിരലിൽ തൂങ്ങി നടന്നവരാണ് കനകക്കുന്നിൽ ഒത്തുകൂടിയത്. മാതൃഭൂമി അക്ഷരോത്സവം 7ാം പതിപ്പിന്റെ വേദിയിൽ അതാ 7 മക്കൾ അഭിമാനത്തോടെ എത്തിയിരിക്കുന്നു. മലയാളത്തിന്റെ അനശ്വരരായ അക്ഷരവെളിച്ചങ്ങൾക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് അക്ഷരോത്സവ വേദിയിൽ പുസ്തകശാല തുറന്നത്. ശാരികേ ശാരികേ സിന്ധു ഗംഗാ നദീ തീരം വളർത്തിയ ഗന്ധർവ ഗായികേ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീഷ് ബഷീർ, വയലാറിന്റെ മകൻ വയലാർ ശരത്ചന്ദ്രവർമ്മ, ONV കുറുപ്പിന്റെ മകൻ രാജീവ് ONV, സുഗതകുമാരിയുടെ മകൾ ലക്ഷ്മി ദേവി, M കൃഷ്ണനായരുടെ മകൾ രാധ, കാക്കനാടന്റെ മകൾ രാധാ കാക്കനാടൻ, MK സാനുവിന്റെ മകൾ രേഖ എന്നിവർ പകർന്ന വെളിച്ചത്തോടെ പുസ്തകശാലയുടെ പ്രവർത്തനം തുടങ്ങി. ശേഷം അച്ഛനമ്മമാരുടെ ഇഷ്ടകൃതികളുടെ ഭാഗം മക്കൾ വായിച്ചു. ചെമ്പേരി പുഴയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. ഒറോദയെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഇങ്ങനെ ഒരു സന്ദർഭം നമുക്ക് ജീവിതത്തിൽ വളരെയധികം ലഭിക്കില്ല. കാരണം ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒത്തുചേരുന്ന ഒരു സന്ദർഭം. മാതൃഭൂമി അതൊരു വല്ലാത്ത, മാതൃഭൂമിക്ക് ഇപ്പോൾ എത്ര ആ രീതിയിലൊരു കൾച്ചർ മാതൃഭൂമിക്ക് ഇല്ല. ആ സംസ്കാരം മാതൃഭൂമി എപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട്. വേദിയിൽ സൂര്യഗീതം, ഒറോദ, കർമ്മഗതി തുടങ്ങിയ കൃതികളിലെ വരികൾ മുഴങ്ങിക്കേട്ടു. MT വാസുദേവൻ നായരുടെ മകൾ അശ്വതി ശ്രീകാന്തും SK പൊറ്റക്കാടിന്റെ മകൾ സുമിത്രയും വീഡിയോയിലൂടെ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നു മുതൽ പുസ്തകശാലയിലേക്ക് ആളുകൾക്കെത്താം. മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതുൾപ്പെടെ 1,00,000-ലധികം പുസ്തകങ്ങളാണ് വായനക്കാർക്കായി കാത്തിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.